നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഓർത്തോർത്ത് വേദനിക്കാനായി ഒരു കണ്ണുനീർ മുത്തും കൂടി. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസ് എന്ന 16-കാരൻ, അവൻ അനുഭവിച്ച ക്രൂരപീഡനങ്ങളെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുമ്പോഴാണ് പഴയ ഒരു സ്കൂൾ കഥയെക്കുറിച്ച് ഓർത്തത്. പടുവികൃതിയായ ഒരു പയ്യൻ സഹപാഠികളെയൊക്കെ ക്രൂരമായൊക്കെ ഉപദ്രവിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പയ്യനെ ഹെഡ്മാസ്റ്റർ തന്റെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചൂരൽ വടി കൊണ്ട് 2 അടി കൊടുത്തു. 3-ാമത്തെ അടി കൊടുക്കാനായി ആ ചൂരൽ വടി ഓങ്ങിയപ്പോഴാണ് അവൻ നെഞ്ചും വിരിച്ചു നിന്ന് ഹെഡ്മാസ്റ്ററോടൊരു വാക്ക് പറഞ്ഞു. സാർ എന്നെ തല്ലിയാൽ സാറിന്റെ മകൻ കുഞ്ഞുവർക്കിയെ ഞാൻ 11:30 ഇന്റർവെല്ലിന് ഇടിക്കും. ഇതായിരുന്നു അവന്റെ ഭീഷണി. ഹെഡ്മാസ്റ്റർ ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി. കാരണം അവനെ അടിമുടി ഒന്ന് നോക്കി അദ്ദേഹം. നല്ല കടഞ്ഞെടുത്ത് കരിവീട്ടി പോലെ കറുകറാന്നിരിക്കുന്ന ഒരു ആരോഗ്യവാനായ ചെറുക്കൻ. ഒപ്പം ഹെഡ്മാസ്റ്റർ തന്റെ മകനെ കുറിച്ചും ഓർത്തു. തന്റെ മകനായ കുഞ്ഞുവർക്കി മേലിഞ്ഞ് അല്പം ആരോഗ്യക്കുറവൊക്കെ ഉള്ള ഒരു കുഞ്ഞാണ്. ഹെഡ്മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ആ ചൂരൽ വിറച്ച് താഴത്തു പോയി. പക്ഷെ പിറ്റേ ദിവസമാണ് ഇതിന്റെ ഒരു കൗതുക കാഴ്ച നടന്നത്. പിറ്റേന്ന് രാവിലെ ഈ കുട്ടി എത്തിയത് അവന്റെ മാതാപിതാക്കളോടൊന്നിച്ചാണ്. അവന്റെ ശരീരത്തിൽ മുഴുവൻ അവന് വീട്ടുമുറ്റത്തുള്ള പുളിമരത്തിലെ വടിയുടെ പാടുകൾ ഉണ്ടായിരുന്നു. വളരെ വേവലാതിയോടെയാണ് ആ മാതാപിതാക്കൾ ഇവനുമായി സ്കൂളിലെത്തിയത്. കാരണം അവരുടെ മകന് ഒരു ഗുരുശാപം ഉണ്ടാകരുതെന്നുള്ള അദമ്യമായ ആഗ്രഹത്തോടെയാണ് അവർ ആ വരവ് വന്നത്. അവർ ഈ കുട്ടിയെയും കൊണ്ട് വന്നു. ഹെഡ്മാസ്റ്ററുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. നമസ്കരിച്ചു, ക്ഷമ ചോദിച്ചു. ഹെഡ്മാസ്റ്റർ വളരെ സ്നേഹത്തോടുകൂടി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ മലയാളികൾ അതുപോലൊരു സംഭവം ഉണ്ടായാൽ എന്തായിരിക്കും ചെയ്യുന്നത്? വൈകിട്ട് ചൂരലിന്റെ കരുവാളിച്ച പാടുമായിട്ട് മലയാളികളുടെ കുട്ടികൾ വീട്ടിലേക്ക് കയറി വന്നാൽ നമ്മൾ ഉടനെ തന്നെ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ കാണിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടുത്തെ മുഖ്യധാര ചാനലുകളിലേക്കൊക്കെ വിളിച്ചു പറയും. കൂടാതെ പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും എല്ലാം നിയമപരമായി പരാതികളെല്ലാം കൊണ്ടേ കൊടുക്കും. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അറിയിക്കും. അപ്പോൾ അതിനകത്ത് അളിഞ്ഞ രാഷ്ട്രീയം കളിക്കാൻ കുറെ പേരുണ്ടാവും. അങ്ങനെ അവസാനം ആ അധ്യാപകന്റെ പുക കാണുന്നത് വരെ ആ സമരം മുമ്പോട്ട് പോകും. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. പണ്ട് അധ്യാപകൻ കുട്ടിയെ തല്ലിയാൽ നമ്മൾ മലയാളികൾ പറയുന്നത് അധ്യാപകൻ കുട്ടിയെ ശിക്ഷിച്ചു എന്നാണ്. എന്നാൽ ഇന്ന് അധ്യാപകൻ തല്ലിയാൽ നമ്മൾ പറയുന്നത് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചു അല്ലെങ്കിൽ ക്രൂരമായി പീഡിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അധ്യാപന വൃത്തിയെ ചില വാണിജ്യ നിർഭൂതങ്ങളൊക്കെ പിടികൂടിയിട്ടുണ്ടാവാം. എങ്കിലും 90% അങ്ങനെയല്ല. പക്ഷേ അവർ കേരളീയ സമൂഹത്തിലെ ഈ മാറ്റമനുസരിച്ച് അവർ ഭയന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സ്കൂളുകളിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുവഴിയുള്ള അക്രമവാസനകളും ഒക്കെ തടയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർ ശരിക്കും ഭയപ്പെടുന്നു. അതാണ് വസ്തുത. മലയാളിയുടെ ഈ മനോഭാവത്തിലുള്ള മാറ്റമാണ് താമരശ്ശേരിയിലും വെഞ്ഞാറമൂടിലും ഒക്കെ ഉണ്ടായ ആ ആർത്തനാദങ്ങൾക്ക് കാരണം.
അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം അടിയന്തിരമായി ഉണരേണ്ടതുണ്ട്. അതിജാഗ്രതയോടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. സർക്കാരും ജനങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി കേരളത്തിന്റെ ബാല്യകൗമാരങ്ങളെ നിരസിച്ചിരിക്കുന്ന ഈ അപകടകരമായ സ്ഥിതിവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടേണ്ടതാണ്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ അധികാരത്തിൽ ഇല്ലാത്ത ഇവിടുത്തെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഇക്കാര്യത്തിൽ എങ്കിലും അളിഞ്ഞ രാഷ്ട്രീയം കളിക്കരുതെന്നുള്ള ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഇത് നമ്മളെ എല്ലാവരെയും, കൊച്ചു കേരളത്തെ ഒന്നാകെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ വരും തലമുറകളുടെ രക്ഷയ്ക്ക് വേണ്ടി കൂട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സ്നേഹിതർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.